ഗസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരതകൾക്ക് ഇപ്പോൾ മറുപടി കിട്ടിത്തുടങ്ങിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. 200ഓളം കുട്ടികളും സ്ത്രീകളുമടക്കം സാധാരണക്കാരായ 500 ജീവനുകളാണ് സ്ഫോടനത്തിൽ പൊരിഞ്ഞത്. ഇപ്പോഴും ഗുരുതരമായ പരിക്കുകളോടെ നിരവധി മനുഷ്യരുടെ നിലവിളി മുഴുകുന്ന ഗസയിൽ ആവശ്യത്തിന് ഭക്ഷണമോ മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥയാണ്. അമേരിക്കയുടെ പിൻബലത്തോടു കൂടിയാണ് ഇസ്രായേൽ ഈയൊരു വ്യോമാക്രമണം നടത്തിയത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനാണ് ആക്രമണം നടത്തിയെന്ന ഇസ്രായേലിൻ്റെ വാദം ശരിക്കും തെറ്റു തന്നെയാണ്. കാരണം ഗസയിൽ വെന്തെറിഞ്ഞത് സാധാരണ മനുഷ്യരും ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുമാണ്. ശേഷം ഇസ്രായേൽ ഗസയ്ക്കെതിരെ കരയാക്രമണവും തുടങ്ങി. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇസ്രായേലിനെതിരെ കനത്ത പോരാട്ടം തന്നെ നടത്തുവാൻ ഗസ തീരുമാനിച്ചുവെന്നാണ്. ഇസ്രായേലിനെ കൂട്ടക്കുരുതിക്ക് മറുപടി നൽകി തുടങ്ങിയിരിക്കുകയാണ് ഗസ. ഇനി നടക്കാൻ പോകുന്നത് മഹായുദ്ധം. ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഗസയുടെ റോക്കറ്റ് തൊടുത്തതായാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനി ഇസ്രായേലിനെ നശിപ്പിക്കാതെ പിന്നോട്ടില്ല എന്നാണ് ഗസയുടെ തീരുമാനം. ഹൂത്തികൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഗസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായാണ് അറിയാൻ കഴിയുന്നത്.